ഒരു ദിവസം നമ്മുടെ ശരീരം തളർന്ന് സംസാരം നിലച്ച് അർദ്ധബോധാവസ്ഥയിലാവുക എന്നത് നമ്മൾക്കാർക്കും ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. പക്ഷെ സ്ട്രോക്ക് എന്ന വില്ലൻ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിലായിരിക്കും നമ്മളെ തളർത്തുക. എന്നാൽ സ്ട്രോക്ക് എത്ര വലിയ വില്ലനായാലും ഞങ്ങളുടെ മനസ്സും ശരീരവും തകർക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിലെ ന്യൂറോളജി ആൻഡ് ഇന്റർവെൻഷണൽ ന്യൂറോളജി വിഭാഗത്തിൽ ചികിത്സ തേടി ജീവിതം തിരിച്ചുപിടിച്ചവർക്ക് പറയാനുണ്ടായിരുന്നത്. സമയത്ത് എനിക്ക് ഈ ഭാഗം കൈയും കാലും സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു. ഓരോ 2 ദിവസം ബിനോയ് ഡോക്ടർ 4 പ്രാവശ്യം വന്നിട്ട് ഐസിയിലേക്ക്. ഒരു അച്ഛനെ സ്നേഹിക്കുന്ന പോലത്തെ ഒരു മോൻ്റെ അതേ സാമീപ്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാരെ അടുത്ത് എന്തെങ്കിലും സുന്ദരമായി പറഞ്ഞെന്താ വെച്ചാണ്ടല്ലോ, അത് നമുക്ക് എത്രയോ ബെറ്ററാണ്, ശരീരത്തിനെല്ലാം ശരിയാവും. ഇപ്പം ഞാൻ ബൈക്ക് ഓടിക്കും, അതേമാതിരി കാർ ഓടിക്കുന്നുണ്ട്. സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ബിനോയ് ഡോക്ടറുടെയും പിന്നെ അൽഷിഫയുടെയും ആശുപത്രിയുടെയും എന്താ പറയുക മികച്ച ചികിത്സ കിട്ടിയതുകൊണ്ട് മാത്രം. പ്രതീക്ഷയിലേക്ക് ഒരു ചുവടുവെപ്പ് എന്ന പേരിൽ കിംസ് അൽഷിഫയിൽ വെച്ച് പ്രത്യേക സംഗമം സംഘടിപ്പിച്ചപ്പോൾ മിക്കവർക്കും പറയാനുണ്ടായിരുന്നതും ആശുപത്രിയെക്കുറിച്ചും ഡോക്ടർമാരുടെ കരുതലിനെക്കുറിച്ചുമായിരുന്നു. ഇന്ന് നമ്മൾ കണ്ടത് സ്ട്രോക്കിനെ അതിജീവിച്ച ഹീറോസിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അവർ ഇപ്പം നിങ്ങൾ അറിയേണ്ടത് വെച്ചാൽ സ്ട്രോക്ക് എന്ന് വെച്ചാൽ നമുക്കത് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അസുഖമാണ്. ഡെഫിനറ്റ്ലി നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ സ്ട്രോക്ക് തിരിച്ചറിയണം. അതിന് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് ഉടനടി ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കണം. കൃത്യസമയത്ത് എത്തിയ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് അലിയിക്കാൻ സാധിക്കും. വലിയ രക്തക്കുഴലിലെ ബ്ലോക്ക് ആണെങ്കിൽ മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയുന്ന ചികിത്സ അടിയന്തരമായി ലഭിക്കാൻ രോഗിക്ക് നൽകാൻ സാധിക്കും. അതേപോലെ വലിയ ബ്ലോക്ക് കരണ്ടനാടിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. എന്നിവ പുതിയ നൂതന ചികിത്സാ മാർഗ്ഗങ്ങൾ ലഭ്യമാണ്. ഭാഗ്യമായി പിന്നെയും പാരാലിസിസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പിയും അതിലൂടെയൊക്കെ നമുക്ക് റീഗെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പം സ്ട്രോക്ക് ഒരിക്കലും തിരിച്ചറിയാതെ പോകരുത്. ചികിത്സ നേടുക, പ്രിവെൻറ്റ് ചെയ്യുക കഴിയാവുന്ന അത്ര. താങ്ക് യു.